ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു വേദിയിൽ ഉള്ളതായ മുതഅല്ലിം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം നാശം വിതക്കുന്ന ലിബറൽ ചിന്തകൾ എന്നുള്ളതാണ്. സമകാലികമായി വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാലിക പ്രശസ്തമായ വിഷയമാണ്. ഉത്ഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ലാറ്റിൻ ഭാഷയിലെ സ്വാതന്ത്ര്യം എന്നർത്ഥമുള്ള ലിബർ എന്ന വാക്കിൽ നിന്നാണ് ലിബറലിന്റെയും ലിബർട്ടിയുടെയും ഉത്ഭവം. 19-ാം നൂറ്റാണ്ടിൽ ഒരാളെ ലിബറൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് സഹിഷ്ണുതയുള്ളവൻ, വിശാല ഹൃദയമുള്ളവൻ എന്ന ആശയത്തിലായിരുന്നു. ഒരു യുവ പഠിതാവിന് ആവശ്യമായ സന്തുലിത ശിക്ഷണം ലിബറൽ വിദ്യാഭ്യാസം എന്ന പേരിലായിരുന്നു വിവക്ഷിക്കപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷ് ദാർശനികനായിരുന്ന ജോൺ ലോക്കാണ് ലിബറലിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പിതാവായ ജോൺ ലോക്കിന്റെ ആശയങ്ങളെ പിന്തുണക്കുന്നവർ വളരെ തുച്ഛമാളുകൾ മാത്രമാണ്. മനുഷ്യന് മേൽ നിയന്ത്രണങ്ങൾ പാടില്ലെന്നും മനുഷ്യനെ സർവ്വ സ്വാതന്ത്ര്യമായി വിഹരിക്കാൻ അവസരമുണ്ടാക്കണമെന്നുമാണ് ലിബറലിസത്തിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ മതമോ ഭരണകൂടമോ ഇടപെടരുതെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇവകളുടെ ഇടപെടൽ മൂലം പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ള വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നവർ അവകാശപ്പെടുന്നു. വ്യക്തികൾ അധിഷ്ഠിതമായ ഉദാരതാവാദം മൂലമുണ്ടാകുന്ന സാമൂഹിക മാനസിക പ്രശ്ന പ്രയാസങ്ങളെ ലിബറലിസ്റ്റുകൾ വകവെക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്ന സർവ്വ സ്വാതന്ത്ര്യം എന്നുള്ളത് യുക്തിരഹിതമാണെന്ന് നാം ചാപ്പകുത്താനുള്ള കാരണം. സ്വയം ശരിയാണെന്ന് തോന്നുന്നതിനെ നന്മയായും മോശമാണെന്ന് തോന്നുന്നതിനെ തിന്മയായും കാണുന്ന മതമാണ് ലിബറൽ മതം. ഇതടിസ്ഥാനത്തിൽ മനുഷ്യ വളർച്ചക്കും ഉയർച്ചയ്ക്കും വേണ്ടി മതങ്ങളോ രാഷ്ട്രീയമോ ഭരണകൂടമോ നിശ്ചയിക്കുന്ന നിയമാവലികൾ ലിബറലിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ കുറ്റകരവും തെറ്റായതുമായി മാറുകയാണ്. ഈ ബോധത്തിൽ അവർ പ്രവർത്തിച്ചാൽ സമൂഹം അരാജകാവസ്ഥയിലേക്ക് എത്തുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ അരാജകാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് മതങ്ങൾ ധാർമ്മിക മൂല്യങ്ങളെ കൊണ്ട് മനുഷ്യനെ ബന്ദിയാക്കി നിർത്തുന്നത്. ലിബറലിസത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ ആഗോളീകരിക്കപ്പെടുന്നതിലൂടെ മനുഷ്യവംശം ആദർശ പരിണാമത്തിന്റെ പൂർവ്വഘട്ടത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് 1992-ൽ ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ ലാസ്റ്റ് മാൻ എന്ന പുസ്തകത്തിൽ അമേരിക്കൻ രാഷ്ട്രീയ ചിന്തകനായ ഫ്രാൻസിസ് ഫുക്കുയാമ വാചാലനായിക്കൊണ്ട് പറയുന്നത്. പാശ്ചാത്യൻ ജീവിതശൈലികളും സ്വതന്ത്ര വിപണി മുതലാളിത്തവുമെല്ലാം ഇതിന് ഉദാഹരണമായിട്ടാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. കേരള സാഹചര്യത്തിലേക്ക് വന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ലോകം വാഴ്ത്തിയ കേരളം ഇന്ന് കൊലപാതകങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ്. ലിബറൽ മോഡേണിസത്തിന്റെ കുത്തൊഴുക്കിൽ കേരള ജനതയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് ധാർമ്മികതയാണ്. മൂല്യോൽപാദനത്തിന്റെ പ്രഥമ കേന്ദ്രമായി നാം കണക്കാക്കുന്ന കുടുംബ വ്യവസ്ഥക്കകത്ത് ഭദ്രമായി ജീവിച്ച മലയാളിയെ അതിലില്ലാത്ത ലൈംഗികതയുടെ കെണിയിൽ വീഴ്ത്തിക്കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് സമാധാനപരമായ കുടുംബാന്തരീക്ഷത്തെയാണ്. കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമില്ലാത്തവരും ലഹരികളുടെ അടിമകളായി മാറാത്തതുമായ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ കൊലയാളികളാകുന്നതിന്റെ പിന്നിലും ലിബറൽ മനോഭാവത്തിന്റെ സ്വന്തം കാര്യം ശരിയായാൽ മതി എന്നതിന്റെ അനന്തരഫലം തന്നെയാണ് പ്രതിയായി മാറുന്നത്. അവനവനിലേക്കുള്ള ചുരുക്കങ്ങളും സ്വന്തം നിയന്ത്രണത്തിലുള്ളതായ സ്ഥലങ്ങളിൽ പോലും ധാർമ്മികത മതിമറന്നുകൊണ്ടുള്ള അനാചാരങ്ങളും ചെറുപ്പക്കാരിൽ ജീവിതമാർഗമായി മാത്രം മാറിയിരിക്കുകയാണ്. അവരനെ പരിഗണിക്കേണ്ടതില്ലെന്ന സ്വതന്ത്ര ചിന്തയാണ് ഈ അവസ്ഥയിലേക്ക് അവരെത്തിക്കുന്നത്. ഇതാണ് നാം ഷാരോൺ, മാനസ, വിഷ്ണുപ്രിയ പോലത്തെ കൊലപാതകങ്ങളിലും പത്തനംതിട്ട നരബലിയിലും നാം കണ്ടുവന്നത്. പുരോഗമനമെന്ന ലേബൽ ചാർത്തിക്കൊണ്ട് ശിലായുഗത്തിലെ മനുഷ്യരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ലൈംഗികതയിലേക്കാണ് ലിബറലിസം നമ്മെ വലിച്ചിഴക്കുന്നത്. ധാർമ്മിക നിരാസവും ജെൻഡർ ന്യൂട്രൽ വസ്ത്രധാരണയും മുഖമുദ്രയാക്കി
നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് വളരെ മോശമായ ജീവിതത്തിലേക്കാണ് മനുഷ്യരെ ലിബറലിസം വലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ലിബറലിസത്തിന്റെ ഈ അരാജകാവസ്ഥയും നിരർത്ഥകതയും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.